എല്ലാവർക്കും ആൻസോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പെട്ടെന്നൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നന്നായിട്ട് പോകുന്നൊരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വഴറ്റാനൊന്നുമില്ല, ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഞാൻ ആദ്യം തന്നെ പറയാം. ചിക്കൻ 300 ഗ്രാം, ഉള്ളി 2 എണ്ണം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വലിയ ഉള്ളിയാണുള്ളതെങ്കിൽ ഒരു ഉള്ളി എടുത്താൽ മതിയാവും. ഇഞ്ചി ഈ ഒരു അളവിൽ ഒരു വലിയ പീസ്. പിന്നെ വെളുത്തുള്ളി 15 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില 2 തണ്ട്, ചെറുനാരങ്ങ പകുതി, 8 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 8 പച്ചമുളക് ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. ഇനി ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിന് ഹാഫ് ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ജാറ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ജാറിൽ ഇതുപോലെ മസാലയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് 1 കപ്പ് വെള്ളമാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവും ഇത് തന്നെയാണ്, സെയിം അളവാണ്. അപ്പോൾ ഇത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം എടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഓണാക്കി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത വെള്ളമാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കാം.
10 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അതുകൂടാതെ ഞാൻ ആഡ് ചെയ്ത വെള്ളവും കൂടി നന്നായിട്ട് ചിക്കൻ കുക്കാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിനാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടി നമുക്കിത് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഒരു 15-ൽ കൂടുതൽ സമയം ഞാൻ എടുത്തു. 15 to 20 മിനിറ്റ് വരെ എടുത്തു. അതിനുശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെന്തിനോ നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗ്രേവി ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. അല്ല ഒരു കുറച്ച് തിക്ക് ആയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഇളക്കി വറ്റിച്ചെടുക്കാം. മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് കുക്കായിട്ടാണ് കാണുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.